ഹായ് ഓൾ, വെൽക്കം ടു KAS ഓൺ. നമുക്കറിയാം, കേരള PSCയെ സംബന്ധിച്ചിടത്തോളം കറണ്ട് അഫയേഴ്സ് ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റീസെന്റ് ആയിട്ട് PSC ചോദിച്ചിട്ടുള്ള കുറച്ച് കറണ്ട് അഫയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പാരീസ് ഒളിമ്പിക്സ് റിലേറ്റഡ് ആണ്. Which among the following statement is or are correct with respect to India's performance in Paris Olympics 2024? In all, India won 6 medals. Manu Baka won the first medal for India. Neeraj Chopra won a silver medal in javelin throw. Aman Sahrawat won bronze in wrestling. നമുക്കറിയാം, ഈ തന്നിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ഡി ആണ്. ഓൾ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. ഇനി നമുക്ക് പാരീസ് ഒളിമ്പിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫാക്ടുകൾ നോക്കാം. പാരീസ് ഒളിമ്പിക്സ് നടക്കുന്നത് ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 11 വരെയാണ്. ഇതില് വിജയിച്ചത് ആരാണ്? USA ആണ്. ഇന്ത്യയുടെ പൊസിഷൻ എത്രയാണ്? 71ാമത്തെ പ്ലേസിലാണ് ഇന്ത്യ ഉള്ളത്. മൊത്തം ഇന്ത്യക്ക് 6 മെഡലാണ് കിട്ടിയിട്ടുള്ളത്. ഒരു സിൽവറും 5 ബ്രോൺസും ആണ്. ഗോൾഡ് കിട്ടിയിട്ടില്ല, പ്രത്യേകം ഓർത്ത് വെക്കുക. ഗോൾഡ് കിട്ടിയിട്ടില്ല, ഒരു സിൽവർ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഇന്ത്യയുടെ അച്ചീവ്മെന്റ്സ്, അപ്പം ഏതൊക്കെ ഐറ്റത്തിലാണ് ആർക്കൊക്കെയാണ് കിട്ടിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. മെൻസ് ജാവലിൻ ത്രോയില് നീരജ് ചോപ്രയ്ക്ക് സിൽവർ മെഡൽ കിട്ടിയിട്ടുണ്ട്. ഹോക്കിയിലാണെങ്കിലോ മെൻ ഇന്ത്യൻ ടീമിന് ബ്രോൺസ് മെഡലാണ് കിട്ടിയിട്ടുള്ളത്. ഷൂട്ടിംഗിൽ തന്നെ നമുക്ക് 3 കാറ്റഗറിയിൽ ബ്രോൺസ് മെഡൽ കിട്ടിയിട്ടുണ്ട്. ഒന്ന് 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻസ് മെന്നില് സ്വപ്നിൽ കുസേൽ, 10 മീറ്റർ എയർ പിസ്റ്റൽ വിമണ് മനു ബാക്കർ, 10 മീറ്റർ എയർ പിസ്റ്റൽ മിക്സഡില് ടീം ഇന്ത്യക്കുമാണ് കിട്ടിയിട്ടുള്ളത്. റെസ്ലിംഗിലെ മെൻസ് ഫ്രീ സ്റ്റൈൽ 57 kg കാറ്റഗറിയില് അമൻ സഹ്റാവത്തിനാണ് ബ്രോൺസ് മെഡൽ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് മനു ബാക്കറിനെ കുറിച്ച് പറയുമ്പോൾ 2 ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. മനു ബാക്കർ ആണ് ഫസ്റ്റ് ഇന്ത്യൻ ടു റിസീവ് 2 മെഡൽസ് ഇൻ ഒളിമ്പിക്സ്. ഒളിമ്പിക്സിൽ 2 മെഡൽ നേടിയിട്ടുള്ള ഫസ്റ്റ് ഇന്ത്യൻ ആണ് മനു ബാക്കർ. അതുപോലെ തന്നെ ഷൂട്ടിംഗ് ഐറ്റത്തില് ഇന്ത്യക്ക് ആദ്യമായിട്ട് ഒരു മെഡൽ നേടിത്തന്ന വനിതയാണ് മനു ബാക്കർ. അതുപോലെ നീരജ് ചോപ്രയുടെ നമ്മൾ പറഞ്ഞു, പാരീസ് ഒളിമ്പിക്സിൽ സിൽവർ മെഡൽ ആണ് കിട്ടിയത് എന്നുണ്ടെങ്കിൽ ടോക്കിയോ ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ ജേതാവാണ് നീരജ് ചോപ്ര. പിന്നെ ടീം ഇന്ത്യയിലെ മെമ്പേഴ്സ് ആണ് മനു ബാക്കറും സരബ്ജോത് സിംഗും. അതുപോലെ മെൻസ് ഹോക്കി ടീം ഇന്ത്യയിൽ ടോട്ടലി 16 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. എല്ലാം ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് 2 പേരുടെ പേര് മെയിൻ ആയിട്ട് ഓർത്ത് വെക്കാം. ഒന്ന് ക്യാപ്റ്റൻ ഹെർമൻ പ്രീത് സിംഗ് ആണ്. 2 ഗോൾ കീപ്പർ PR ശ്രീജേഷ് ആണ്. അപ്പൊ PR ശ്രീജേഷ് ഒരു മലയാളിയാണ് എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കാം. അതിനുശേഷം ഇന്ത്യ ലാസ്റ്റ് ആയിട്ട് എപ്പോഴാണ് ഈ ഒരു ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ വോൺ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് മോസ്കോ സമ്മർ ഒളിമ്പിക്സ് ആണ്. 1980-ലാണ് ഇന്ത്യക്ക് അവസാനമായിട്ട് ഒരു ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം ഇന്ത്യ ഗോൾഡ് മെഡൽ വോൺ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഹോക്കി ഫീൽഡിലുള്ള അച്ചീവ്മെന്റ്സ് ആണ്. മൊത്തം നമ്മൾ 13 മെഡൽസ് വോൺ ചെയ്തിട്ടുണ്ട്. അതിലെ 8 എണ്ണം ഗോൾഡും 1 സിൽവറും 4 ബ്രോൺസും ആണ് ഇന്ത്യ ഒളിമ്പിക്സിൽ മൊത്തം നേടിയിട്ടുള്ളത്. പിന്നെ അമൻ സഹ്റാവത്തിനെ കുറിച്ച് പറയുമ്പോൾ ഹി ഈസ് ദി യങ്ങസ്റ്റ് ഇന്ത്യൻ മെഡൽ വിന്നർ അറ്റ് സമ്മർ ഗെയിംസ്. 21 വയസ്സും 24 ദിവസവും ഉള്ള അമൻ സഹ്റാവത്ത് ആണ് യങ്ങസ്റ്റ് ഇന്ത്യൻ മെഡൽ വിന്നർ. ഇതിനു മുൻപ് ആരായിരുന്നു? PV സിന്ധു ആണ്. 21 വയസ്സും 1 മാസവും 14 ദിവസവും ഉള്ളപ്പോഴാണ് PV സിന്ധു ഇന്ത്യക്ക് വേണ്ടി മെഡൽ വാങ്ങിയത്. ഇപ്പോ അതിനെ ഓവർകം ചെയ്തുകൊണ്ട് അമൻ സഹ്റാവത്ത് ആണ് യങ്ങസ്റ്റ് ഇന്ത്യൻ മെഡൽ വിന്നർ ആയിട്ട് മാറിയിട്ടുള്ളത്. പിന്നെ വിനീഷ് ഫോഗട്ടിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം, വിമൻസ് 50 kg ഫ്രീ സ്റ്റൈൽ റെസ്ലിംഗ് കാറ്റഗറിയില് 100 grams ഓവർ വെയിറ്റ് ആയതിന്റെ ബേസിസില് ലാസ്റ്റ് മൊമെന്റില് പാരീസ് ഒളിമ്പിക്സിൽ നിന്ന് ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് വിനീഷ് ഫോഗട്ട്. വിനീഷ് ഫോഗട്ട് ഡിഫെൻഡ് ചെയ്തത് ആരെയാണ്? ഒരു ജപ്പാനീസ് പ്ലെയർ ആയിട്ടുള്ള യുയി സുസാക്കിനെയാണ്. അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഹരിയാന അസംബ്ലി ഇലക്ഷൻസിലാണ് വിനീഷ് ഫോഗട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സീറ്റിൽ നിന്ന് വിജയിച്ചത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഹു ഈസ് ദി ചെയർമാൻ ഓഫ് 16th ഫിനാൻസ് കമ്മീഷൻ? അരവിന്ദ് സുബ്രഹ്മണ്യം, അമിതാഭ് കാന്ത്, ഡോക്ടർ C രംഗരാജൻ, നൺ ഓഫ് ദീസ്. അപ്പം ഇവിടെ ആൻസർ A ആണ്. അതിലൊരു കറക്ഷൻ ഉണ്ട്. അരവിന്ദ് പനഗാരിയാണ്. അരവിന്ദ് സുബ്രഹ്മണ്യൻ അല്ല, അരവിന്ദ് പനഗാരിയാണ്
16th ഫിനാൻസ് കമ്മീഷൻ ആയിട്ട് അപ്പോയിന്റ് ചെയ്തത്. എപ്പോഴാണ് അപ്പോയിന്റ് ചെയ്തത്? 2023 ഡിസംബർ 31 16th ഫിനാൻസ് കമ്മീഷണർ ആയിട്ട് നമ്മൾ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഓർത്തിരിക്കേണ്ട കുറച്ച് ഫാക്ടുകളാണ്. വി അനന്ത നാഗേശ്വരൻ ആണ് ചീഫ് ഇക്കണോമിക് അഡ്വൈസർ ടു ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. കറന്റ് സിഇഒ ഓഫ് നീതി ആയോഗ് ശ്രീ BVR സുബ്രഹ്മണ്യം. കറന്റ് RBI ഗവർണർ ആരാണ്? ശ്രീ ശക്തികാന്ത ദാസ്. ഓക്കെ, അപ്പം അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഇന്ത്യാസ് ഗഗൻയാൻ മിഷൻ. സ്റ്റേറ്റ്മെന്റ് A. To collect moon rocks and soil and bring them back to Earth for scientific analysis. B. To demonstrate the human spaceflight capability. C. To study the outermost layers of the sun. D. To detect the presence of water content on Mars. അപ്പം ഇത് നമുക്കറിയാം, ഗഗൻയാൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള മിഷൻ ആണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ഇന്ത്യൻ ആസ്ട്രോനട്സിനെ സ്പേസിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഇസ്രോ ഡെവലപ്പ് ചെയ്ത ഒരു മിഷൻ ആണ് ഗഗൻയാൻ മിഷൻ. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ആൻസർ ബി ആണ്, ടു ഡെമോൺസ്ട്രേറ്റ് ദ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് ക്യാപ്പബിലിറ്റി. സോ ഗഗൻയാൻ മിഷനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം റീസെന്റ് ആയിട്ട് VSSC ട്രിവാൻഡ്രത്തിൽ വെച്ചിട്ട് എന്താണ് ഈ സെലക്ട് ചെയ്യപ്പെട്ട സ്പേസിലോട്ട് പോകാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യപ്പെട്ട ആസ്ട്രോനട്സിനെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഗ്രീറ്റ് ചെയ്യുകയുണ്ടായി. അത് ആരൊക്കെയാണ് ആ ഒരു ആസ്ട്രോനട്സ്? പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, അജിത് കൃഷ്ണൻ, അങ്കദ് പ്രതാപ് ആൻഡ് സുഭാൻഷു ശുക്ല. അതുപോലെ തന്നെ ഈ ഗഗൻയാൻ പ്രൊജക്ട് it envisages demonstration of human space flight capability by launching crew of 3 members to an orbit of 400 km for 3 days mission and bring them back safely to Earth by landing in Indian sea waters. ഒരു 3-day മിഷൻ ആണ്. 3 ക്രൂ മെമ്പേഴ്സിനെ സ്പേസിലോട്ട് കൊണ്ടുപോവുക, തിരിച്ച് സേഫ് ആയിട്ട് അതിലോട്ട് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഡെവലപ്പ് ചെയ്തതാണ്. ഗഗൻയാൻ മിഷന്റെ ലോഞ്ച് വെഹിക്കിൾ ആണ് LV-M3, ഹ്യൂമൻ റേറ്റഡ് ലോഞ്ച് വെഹിക്കിൾ 3 ആണ്. ഇത് നമ്മുടെ GSLV Mark 3ന്റെ ഒരു മോഡിഫൈഡ് വേർഷൻ ആണ്. ഈ ഗഗൻയാൻ മിഷൻ സക്സസ്ഫുൾ ആകുകയാണെങ്കിൽ ഇന്ത്യ ആയിരിക്കും ഹ്യൂമനെ സ്പേസിൽ എത്തിച്ച 4ാമത്തെ രാജ്യമായിട്ട് മാറുന്നത്. ബാക്കിയുള്ള 3 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? US, റഷ്യ ആൻഡ് ചൈന. സോ നമ്മുടെ ഗഗൻയാൻ മിഷന്റെ ഫസ്റ്റ് ക്രൂഡ് ഫ്ലൈറ്റ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് 2025 So the objective of Gaganyaan program is to demonstrate indigenous capability to undertake human spaceflight mission to low Earth orbit. നമ്മൾ പറഞ്ഞതുപോലെ ഇത് ഇന്ത്യയുടെ ഫസ്റ്റ് ഇൻഡിജീനിയസ് മിഷൻ ആണ് to send the Indian astronauts to space. So this is all about Gaganyaan mission. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 77ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിനെ അടിസ്ഥാനമാക്കി താഴെ തന്നിരിക്കുന്നവയുടെ കൂട്ടത്തിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക. ഫസ്റ്റ്, മികച്ച നടൻ ജെസി പ്ലമോസ്, മികച്ച നടി എമീലിയ പെരസ്, ജൂറി പ്രൈസ് എമീലിയ പെരസ്, മികച്ച സംവിധായകൻ മിഗേൽ ഗോമസ്. സോ ഇവിടെ 4 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആയിട്ടാണ് മാച്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ഡി ആണ്, എല്ലാം ശരിയാണ്. ഇനി നമുക്കിത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. മെയ് 25, 2024 കാനസ് ഫ്രാൻസിൽ വെച്ചിട്ട് ഈ കാനസ് ഫിലിം ഫെസ്റ്റിവൽ നടന്നിട്ടുള്ളത്. അതിൽ കിട്ടിയ അവാർഡ് വിന്നേഴ്സും അവരുടെ വർക്കുമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. പാം ഡോർ എന്ന് പറയുന്ന അവാർഡ് നേടിയത് അനോറ ബൈ സീൻ ബേക്കർ ആണ്. ജൂറി പ്രൈസ് എമീലിയ പെരസ് ബൈ ജാക്വസ് ഓഡിയാർ. ഗ്രാൻഡ് പ്രീ All We Imagine Us Light by Payal Kapadia. Award for Best Director Miguel Gomes for Grand Tour. Miguel Gomes ഒരു പോർച്ചുഗീസ് ഫിലിം ഡയറക്ടർ ആണ്. സ്പെഷ്യൽ പ്രൈസ് The Seed of the Sacred Flag by Mohammad Rasulov. Award for Best Actress Emilia Perez, Carl Sofia Gascon, Zoe Saldana, Selena Gomez and Adriana Paz. Award for Best Actor Jesse Plemons for Kinds of Kindness. Award for Best Screenplay Coralie Farragut for The Substance. CST Award for Technical Artist Daria Di Antonio, Italian Director of Photography. Young Film Technician Prize
എവ്ജീനിയ അലക്സാൻഡ്രോവ ബൈ ലെസ് ഫെമസ് ഓ ബാക്കൺ. സോ ഇത്രയും ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അറ്റ്ലീസ്റ്റ് ഓപ്ഷൻസ് കണ്ടാലെങ്കിലും എലിമിനേറ്റ് ചെയ്യാൻ പാകത്തിന് ഒന്ന് അവയർഡ് ആയിട്ടിരിക്കുക. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന പദ്ധതിയുമായി അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ കുടുംബങ്ങൾക്ക് സൗജന്യ നിരക്കിൽ വൈദ്യുതി ലഭ്യമാക്കാൻ തുടങ്ങിയ പദ്ധതി. 2. ഈ പദ്ധതി പ്രകാരം വീടുകളുടെ മുകളിൽ സോളാർ പാനൽ വയ്ക്കാൻ സബ്സിഡി നൽകുന്നു. സി. പദ്ധതി പ്രകാരം 1 കോടി കുടുംബങ്ങൾക്ക് ഗുണം ലഭ്യമാകുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഡി. സോളാർ പാനൽ സ്ഥാപിക്കുന്നതിന്റെ മുഴുവൻ ചെലവും ഈ പദ്ധതി പ്രകാരം കുടുംബങ്ങൾക്ക് ലഭിക്കുന്നു. സോ ഇതിലെ തന്നെ നമുക്ക് ബിയും ഡിയും സ്റ്റേറ്റ്മെന്റ്സ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് രണ്ടും ഏകദേശം സെയിം ആണ്. അതിലെ ഡി കുറച്ചുകൂടെ എക്സ്ട്രീം ആണ്. അതായത് ബി ഉണ്ടെങ്കിൽ ഡിന്റെ ആവശ്യമില്ല, ഡി ഉണ്ടെങ്കിൽ ബിന്റെയും ആവശ്യം ശരിക്കും അവിടെ ഇല്ല. അപ്പൊ തന്നെ നമുക്ക് ലോജിക്കലി തിങ്ക് ചെയ്യാം ഇതിൽ ഏതോ ഒന്നാണ് മിസ്റ്റേക്ക് എന്നുള്ളത്. ആക്ച്വലി ഇതിൽ ശരിക്കും മിസ്റ്റേക്ക് ആയിട്ട് വരുന്നത് ഡി ആണ്. കാരണം മൊത്തം ചെലവും ഗവൺമെന്റ് എടുക്കുന്നില്ല, ആകെ 40% മാത്രമാണ് ഗവൺമെന്റ് നമുക്ക് തരുന്നത്. നമുക്കിനി PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയുടെ കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. ഈ സ്കീം പ്രകാരം 2 കിലോവാട്ട് കപ്പാസിറ്റി ഉള്ള സോളാർ യൂണിറ്റ് ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടെങ്കിൽ 60% സബ്സിഡി നൽകുകയും 2 to 3 കിലോവാട്ട് കപ്പാസിറ്റി ആണെങ്കിൽ 40% അഡീഷണൽ സിസ്റ്റം കോസ്റ്റ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ എയിം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്ത എല്ലാ സ്റ്റേറ്റ്മെന്റ്സും ഇതിന്റെ എയിം ആയിട്ട് തന്നെ വരുന്നതാണ്. ഇറ്റ് എയിംസ് ടു പ്രൊവൈഡ് ഫ്രീ ഇലക്ട്രിസിറ്റി ടു ഹൗസ് ഹോൾഡ്സ് ഇൻ ഇന്ത്യ. ഫ്രീ ആയിട്ട് ഇലക്ട്രിസിറ്റി കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് സബ്സിഡി ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക. ഈ സബ്സിഡി എന്ന് പറയുമ്പോഴത്തേക്കും 40% ആണ്. സോളാർ പാനലിന്റെ 40% കോസ്റ്റ് ആണ് ഈ സബ്സിഡിയിൽ കവർ ആവുന്നത്. ഈ സ്കീം പ്രകാരം 1 കോടി ഹൗസ് ഹോൾഡ്സിന് ബെനിഫിറ്റ് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്കീം സക്സസ്ഫുൾ ആകുകയാണെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ഓരോ വർഷം ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി ചെലവാക്കുന്നതില് 75,000 കോടി രൂപ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും എന്നാണ് ഗവൺമെന്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി BJP ആയിരുന്നു. ലോക്സഭയിലേക്ക് നടന്ന ഈ തെരഞ്ഞെടുപ്പ് എത്രാമത്തെ തെരഞ്ഞെടുപ്പായിരുന്നു? ഓപ്ഷൻ എ 17ാമത്തത്, 16ാമത്തത്, 15ാമത്തത്, 18ാമത്തത്. അപ്പൊ നമുക്കറിയാം ഇത് ഓപ്ഷൻ ഡി ആണ്. 18ാമത്തെ ലോക്സഭ ഇലക്ഷൻ ആണ് ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്നത്. ആ ഒരു ടൈം പീരീഡ് എപ്പോഴാണ്? ഏപ്രിൽ 19 മുതൽ ജൂൺ 1 വരെയാണ്. അതായത് ലോക്സഭയുടെ ടോട്ടൽ സീറ്റ്സിലോട്ടാണ് ഇലക്ഷൻ നടന്നത്. 543 സീറ്റ്സ് ആണ്. 7 ഘട്ടങ്ങളിലായിട്ടാണ് ഇലക്ഷൻസ് നടന്നത്. കേരളയില് ഈ ലോക്സഭ ഇലക്ഷൻ നടന്നത് 2ാം ഘട്ടത്തിലാണ്. മൊത്തം നമുക്ക് 20 സീറ്റുകളാണ് കേരളയ്ക്ക് ലോക്സഭയിലുള്ളത്. അതുപോലെ തന്നെ BJP നമ്മൾ പറഞ്ഞു ഏറ്റവും വലിയ ഒറ്റകക്ഷിയാണ് BJP. അവര് 240 സീറ്റാണ് വോൺ ചെയ്തത്. 2ാമത്തെ വലിയ ഒറ്റകക്ഷിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അവര് 99 സീറ്റ്സ് ആണ് സെക്യൂർ ചെയ്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. 2023 ഭൗതിക ശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിക്കാത്ത വ്യക്തി ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അതിലെ ഓപ്ഷൻ എ പേരി അഗോസ്റ്റിനി, ബി കോൾഡിയോ ഗോൾഡിൻ, സി ഫെറങ് ക്രൂസ്, ഡി ആൻ ലുലിയർ. അപ്പൊ ഇതിൽ ഓപ്ഷൻ ബി ആണ്. കോൾഡിയോ ഗോൾഡിൻ ഒഴികെ ബാക്കി എല്ലാവർക്കും ഭൗതിക ശാസ്ത്രത്തിന് നോബൽ പുരസ്കാരം ലഭിച്ച വ്യക്തികളാണ്. അടുത്തത് നമുക്ക് 2022, 23, 24 നോബൽ പ്രൈസ് നേടിയ വ്യക്തികളെ ഒന്ന് ഓടിച്ചൊന്ന് നോക്കി പോവാം. 2024 നോബൽ പ്രൈസ് ഇൻ ഫിസിക്സ് നേടിയത് ജോൺ ജെ ഹോപ്ഫീൽഡും ജിയോഫെറി ഇ ഹിംറ്റനുമാണ്. 2023 പേരി അഗോസ്റ്റിനി, ഫെറങ് ക്രോവസ് ആൻഡ് ആൻ ലൂയിലർ ആണ്. 2022 അലൈൻ ആസ്പെറ്റ്, ജോൺ ക്ലോസർ ആൻഡ് ആന്റോൺ സെയ്ലങ്കർ. നോബൽ പ്രൈസ് ഫോർ കെമിസ്ട്രി 2024 ഡേവിഡ് ബാക്കർ, ഡെമിസ് ഹസാബിസ് ആൻഡ് ജോൺ ഷംബർ. 2023 മൗഗി ബവന്തി, ലൂയിസ് ബ്രൂവസ് ആൻഡ് അലക്സേ ലെക്കിമോവ്. 2022 കരോളിൻ
ബർട്ടോസി, മോർട്ടൻ മെൽഡൽ ആൻഡ് കെ ബാരി ഷാർപ്ലസ്. നോബൽ പ്രൈസ് ഇൻ ഫിസിയോളജി അല്ലെങ്കിൽ മെഡിസിൻ 2024 വിക്ടർ ആംബ്രോസ് ആൻഡ് ഗാരി റുക്കൺ. 2023 കാറ്റ്ലിൻ കെറിക്കോ ആൻഡ് ഡ്രൂ വിസിമൻ. 2022 സാൻഡെ പാബോ. നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ 2024 ഹാൻ ക്യാൻ. 23 ജോൺ ഫോസെ. 22 ആനി എർനോക്സ്. നോബൽ പീസ് പ്രൈസ് 2024 നിഹോൺ ഹിഡാൻകിയോ. 2023 നാർഗസ് മൊഹമ്മദി. 2022 അലസ് വെലാറ്റ്സ്കി മെമ്മോറിയൽ ആൻഡ് ദ സെന്റർ ഫോർ സിവിൽ ലിബർട്ടീസ്. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, ഇത് ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. അടുത്തത് 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതികൾ ഏതെല്ലാം? സമ്പർക്രാന്തി, മിണ്ടാപ്രാണി, മുഴക്കം, നിരീശ്വരൻ. അപ്പം ഇതിലെ ഓപ്ഷൻ സി ആണ്. സമ്പർക്രാന്തി മുഴക്കവും 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതികളാണ്. ഇനി നമുക്ക് 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഏതൊക്കെ കാറ്റഗറിയിലാണ് ആർക്കൊക്കെയാണ് കിട്ടിയതെന്ന് നോക്കാം. പോയട്രി ആണെങ്കിൽ LG ഉണ്ണികൃഷ്ണൻ, വർക്ക് കടലാസ്. നോവൽ വി ശിനിലാൽ, വർക്ക് സമ്പർക്രാന്തിയാണ്. സ്റ്റോറി PF മാത്യൂസ്, മുഴക്കം. ഡ്രാമ എമിൽ മാധവി, കുമാരു. ലിറ്റററി ക്രിറ്റിസിസം S സാരദക്കുട്ടി. എത്രയെത്ര പ്രേരണകൾ, ബയോഗ്രഫി ആൻഡ് ഓട്ടോബയോഗ്രഫി BRP ഭാസ്കർ, ന്യൂസ് റൂം. അടുത്തത് ട്രാവലോ ഹരിത സാവിത്രി. മുറിവേറ്റവരുടെ പാതകൾ C അനൂപ്. ദക്ഷിണാഫ്രിക്കൻ യാത്രാ പുസ്തകം ഹ്യൂമർ ജയാന്ത് കമിച്ചേരിൽ. ഒരു കുമരകംകാരന്റെ കുരുത്തം കെട്ട ലിഖിതങ്ങൾ ചിൽഡ്രൻസ് ലിറ്ററേച്ചർ DR ശ്രീകുമാർ. ചക്കര മാമ്പഴം. സ്കോളർലി ലിറ്ററേച്ചർ CM മുരളീധരൻ. ഭാഷശൂത്രണം പൊരുളും വഴികളും K സേതുരാമൻ IPS. മലയാളി ഒരു ജനിതക വായന. ട്രാൻസ്ലേഷൻ B രവികുമാർ, ട്രാൻസ്ലേറ്റർ ഓഫ് ബൗഡിലേർ. അടുത്തത് 2023 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ വ്യക്തികളും അവരുടെ കാറ്റഗറീസും അവരുടെ വർക്കുമാണ് നമ്മൾ നോക്കുന്നത്. പോയട്രി കൽപ്പറ്റ നാരായണൻ. തെരഞ്ഞെടുത്ത കവിതകൾ നോവൽ ഹരിത സാവിത്രി, സിൻ. സ്റ്റോറി N രാജൻ, ഉദയ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്. ഡ്രാമ ഗിരീഷ് PC, E ഫോർ എഡിപ്പസ്. ലിറ്റററി ക്രിറ്റിസിസം P പവിത്രൻ. ഭൂപടം തല തിരിക്കുമ്പോൾ, ബയോഗ്രഫി ആൻഡ് ഓട്ടോബയോഗ്രഫി K വേണു. ഒരന്വേഷണത്തിന്റെ കഥ. നെക്സ്റ്റ് ട്രാവലോഗ് നന്ദിനി മേനോൻ. ആംജോ ബസ്താർ. ഹ്യൂമർ സുനീഷ് വാരനാട്. വാരനാടൻ കഥകൾ ചിൽഡ്രൻസ് ലിറ്ററേച്ചർ ഗ്രേസി. പെൺകുട്ടിയും കൂട്ടരും. സ്കോളർലി ലിറ്ററേച്ചർ B രാജീവൻ. ഇന്ത്യയുടെ വീണ്ടെടുക്കൽ. ട്രാൻസ്ലേഷൻ MM ശ്രീധരൻ. കഥാകഥിക്ക്. സോ ഇത്രയാണ് ഇമ്പോർട്ടന്റ് കേരള സാഹിത്യ അക്കാദമി വിന്നേഴ്സ്. ഇതും ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്താൽ മതി. അടുത്തത് 2028 സമ്മർ ഒളിമ്പിക്സ് നടക്കുന്ന സ്ഥലം ബീജിംഗ്, ജക്കാർത്ത, ഇഞ്ചിയോൺ, ലോസ് ഏഞ്ചലസ്. നമുക്കറിയാം ഓപ്ഷൻ D ആണ് ലോസ് ഏഞ്ചലസ്. ലോസ് ഏഞ്ചലസ് എന്ന് പറയുന്നത് 1984 ഹോസ്റ്റ് ചെയ്തതാണ്. അതിനുശേഷം ഇതുവരെ സമ്മർ ഗെയിംസ് ഹോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പം 2028 ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ലോസ് ഏഞ്ചലസ് ആണ്. അതിനെ ഒഫീഷ്യലി നമ്മൾ വിളിക്കുന്നത് 34 ഒളിമ്പിയാഡ് എന്നാണ്. It promises a blend of tradition and innovation as Los Angeles again steps into the spotlight. 2028 സമ്മർ ഒളിമ്പിക്സ് നടക്കാനിരിക്കുന്നത് ജൂലൈ 14 മുതൽ ജൂലൈ 30 വരെയാണ്. ഓക്കെ, താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുക. സ്റ്റേറ്റ്മെന്റ് 1. 2023 ദേശീയ ഗെയിംസിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പിനുള്ള രാജബലേന്ദ്ര സിംഗ് ട്രോഫി മഹാരാഷ്ട്രയ്ക്കാണ് ലഭിച്ചത്. 2. 2023 ദേശീയ ഗെയിംസിന് വേദിയൊരുങ്ങിയത് ഗോവയിലാണ്.
2023 ദേശീയ ഗെയിംസിൽ നീന്തലിൽ കേരളത്തിന്റെ താരം സാജൻ പ്രകാശ് സ്വർണം നേടി. സോ ഇതില് ഈ പറഞ്ഞിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, 37th നാഷണൽ ഗെയിംസിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഈ നാഷണൽ നൈറ്റ് ഹെൽഡ് ചെയ്തത് October 26 to November 9th നാഷണൽ ഗെയിംസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ഓൺ മൾട്ടി സ്പോർട്ട് ഈവന്റ് ആണ്. നമ്മൾ ഒളിമ്പിക്സിനെ ഇൻസ്പയർഡ് ആയിട്ടാണ് നാഷണൽ ഗെയിംസ് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങിയത്. 2023 നാഷണൽ ഗെയിംസ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത് ഗോവയിൽ വെച്ചിട്ടാണ്. 5 സിറ്റികളാണ്, മപ്പൂസ, മർഗോവ, പജിം, പോണ്ട ആൻഡ് വാസ്കോ. ഈ 5 സിറ്റികളിൽ വെച്ചിട്ടാണ് നമ്മൾ നാഷണൽ ഗെയിംസ് 2023 കണ്ടക്ട് ചെയ്തത്. അതില് ടോപ്പ് ചെയ്തത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയ്ക്ക് മൊത്തം 228 മെഡൽസ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതില് 80 ഗോൾഡും 69 സിൽവേഴ്സും 79 ബ്രോൺസും ആണ്. അങ്ങനെയാണ് മഹാരാഷ്ട്രയ്ക്ക് രാജ ബലീന്ദ്ര സിംഗ് ട്രോഫി നേടിയിട്ടുള്ളത്. അപ്പൊ ഈ രാജ ബലീന്ദ്ര സിംഗ് ട്രോഫി എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്? ഏറ്റവും കൂടുതൽ ഗോൾഡ് മെഡൽസ് നാഷണൽ ഗെയിംസിൽ ആരാണോ വാങ്ങുന്നത് അവർക്കാണ് നമ്മൾ ഈ ട്രോഫി കൊടുക്കുന്നത്. അതുപോലെ തന്നെ 2023 ആഡ് ചെയ്തിട്ടുള്ള കുറച്ച് ഗെയിംസ് നോക്കാം. സ്ക്വാ മാർഷൽ ആർട്സ്, റോൾ ബോൾ, സേഫ് ടാക് റോ, കളരി പയറ്റ്, പെൻകേക്ക്, സിലാറ്റ്, മിനി ഗോൾഫ്. അതുപോലെ 2022 ഗുജറാത്തിൽ നടന്ന നാഷണൽ ഗെയിംസിൽ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള രണ്ട് ഗെയിംസ് ഈ ഗോവയിൽ 2023 ഗോവയിൽ വെച്ച് നടന്നിട്ടുള്ള നാഷണൽ ഗെയിംസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് യാസ്തിങ് ആൻഡ് ടേക്വോണ്ടോ. അതുപോലെ തന്നെ ഒളിമ്പിക് സ്വിമ്മർ ശ്രീഹരി നടരാജ് 8 ഗോൾഡ് മെഡലും 1 സിൽവറും 1 ബ്രോൺസും നേടിയ വ്യക്തിനെയാണ് ബെസ്റ്റ് മെയിൽ അത്ലറ്റ് ആയിട്ട് തെരഞ്ഞെടുത്തത്. അതേസമയം ജിംനാസ്റ്റ് ആയിട്ടുള്ള സംയുക്ത പ്രസീൻ കലെ, പ്രാനിധി നായക് 4 ഗോൾഡ് മെഡൽസും 1 സിൽവർ മെഡലും 2 പേരും നേടിയിട്ടുണ്ട്. അവരെയാണ് നമ്മൾ ജോയിന്റ് ബെസ്റ്റ് ഫീമെയിൽ അത്ലറ്റ് ഓഫ് 37th നാഷണൽ ഗെയിംസിൽ എലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി കേരളയില് മൊത്തം നാഷണൽ അവാർഡ്സിൽ എത്ര മെഡൽ സെക്യൂർ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ടോട്ടൽ 87 മെഡൽസ് ആണ് എടുത്തിട്ടുള്ളത്. അതിൽ 36 ഗോൾഡും 24 സിൽവറും 27 ബ്രോൺസും ആണ് ഉള്ളത്. പിന്നെ കേരള 2015 നാഷണൽ ഗെയിംസിന് വേദിയായിട്ടുള്ളത്. 2022 ഹോസ്റ്റ് ചെയ്തത് ഗുജറാത്ത് ആണ്. 2025 ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഉത്തരാഖണ്ഡ് ആണ്. കേരള ഹന ഷെറിൻ ബി ആൻഡ് ഫാത്തിമ നിഷാന വോൺ ഗോൾഡ് ഇൻ കളരിപ്പയറ്റ്. അപ്പൊ കളരിപ്പയറ്റിൽ കേരളത്തിൽ നിന്നും ജയിച്ച വ്യക്തികൾ ആരൊക്കെയാണ്? ഹന്ന, ഷെറിൻ ബി ആൻഡ് ഫാത്തിമ നിഷാന. അതുപോലെ സജിൻ പ്രകാശ്, the first Indian to secure an Olympic qualification time for an automatic berth in the Olympic Games swimming competition, has placed the semi-finals as a realistic target in Tokyo 2020. So this is all about national games. അടുത്തത് 2024 ഒളിമ്പിക്സ് നടന്ന സ്ഥലം പാരീസ്, ടോക്കിയോ, കാലിഫോർണിയ, ബീജിംഗ്. നമുക്കറിയാം എ പാരീസ് വെച്ചിട്ടാണ് 2024 ഒളിമ്പിക്സ് നടന്നിട്ടുള്ളത്. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി ഋഷി സുനക്, സാജൻ ജോസഫ്, സുനിത വില്യംസ് ഇവരാരുമല്ല. ഓപ്ഷൻ ബി സാജൻ ജോസഫ് ആണ്. ലേബർ പാർട്ടി ടിക്കറ്റിലാണ് സാജൻ ജോസഫ് മത്സരിച്ചതും അവിടെ ഓൾറെഡി നിലനിന്നിരുന്ന വെറ്ററൻ പൊളിറ്റീഷ്യൻസിനെയൊക്കെ ഡിഫീറ്റ് ചെയ്തിട്ടാണ് ഈ സാജൻ ജോസഫ് ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് 2024 G20 ഉച്ചകോടി നടന്ന രാജ്യം ഇന്ത്യ, ബ്രസീൽ, കാനഡ, അമേരിക്ക. സോ ഇതിൽ ഓപ്ഷൻ ബി ആണ്. ബ്രസീലിൽ വെച്ചിട്ടാണ് 2024 G20 ഉച്ചകോടി നടന്നത്. 2023 ഇന്ത്യ ആയിരുന്നു ഹോസ്റ്റ് ചെയ്തത്. 2024 റിയോ ഡി ജനീറിയോ ബ്രസീലിൽ വെച്ചിട്ടാണ്. 2025 സൗത്ത് ആഫ്രിക്ക, 2026 USA വെച്ചിട്ടാണ് അത് നടക്കാൻ ഇരിക്കുന്നത്. അടുത്തത് 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡൽ നമുക്കറിയാം. 9 ആണോ 8 ആണോ 7 ആണോ 6 ആണോ? ഓപ്ഷൻ ഡി ആണ്. 6 മെഡലാണ് ഇന്ത്യ നേടിയിട്ടുള്ളത്. ഇനി 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടത്തിൽ തെറ്റായത്
കണ്ടെത്തുക. അതായത് റോങ് സ്റ്റേറ്റ്മെന്റ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ നീരജ് ചോപ്ര വെങ്കലം മെഡൽ ജാവലിൻ ത്രോ, മനു ബാക്കർ വെങ്കലം മെഡൽ 10 മീറ്റർ എയർ പിസ്റ്റൽ, സ്വപ്നിൽ കുസേൽ വെങ്കലം മെഡൽ 50 മീറ്റർ റൈഫിൾ, 3 പൊസിഷൻസ്, ഇന്ത്യൻ മെൻസ് ഹോക്കി ടീം വെങ്കലം മെഡൽ. സോ നമുക്കറിയാം ഇതിലെ ഓപ്ഷൻ എ ആണ് തെറ്റ്. നീരജ് ചോപ്ര വെങ്കലം മെഡൽ അല്ല, ഇന്ത്യക്കുള്ള ആകെ ഉള്ള ഒരു സിൽവർ മെഡൽ നേടിത്തന്നത് നീരജ് ചോപ്രയാണ്. ഓക്കെ, അടുത്തത് ഈ സമീപകാലത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയ ത്രിരാഷ്ട്ര സന്ദർശനത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ. എ റഷ്യ ഉക്രൈൻ, ബി പോളണ്ട് ഉക്രൈൻ, സി ഉക്രൈൻ ജർമ്മനി, ഡി റഷ്യ പോളണ്ട്. അപ്പൊ ഇതില് ആൻസർ ബി ആണ്. പോളണ്ട് യുക്രൈനിലോട്ടാണ് എന്താണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ റീസെന്റ് ആയിട്ട് വിസിറ്റ് നടത്തിയിട്ടുള്ളത്. അത് ഭയങ്കര റിമാർക്കബിളും ആണ്. കാരണം 45 വർഷത്തിന് ശേഷം പോളണ്ടിൽ വിസിറ്റ് ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആണ് നരേന്ദ്രമോദി. ആൻഡ് ഓൾസോ 1992 ശേഷം ഒരു ഡിപ്ലോമാറ്റിക് റിലേഷന് വേണ്ടിയിട്ട് യുക്രൈൻ വിസിറ്റ് ചെയ്യുന്ന ഒരു ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ കൂടിയാണ്. അതുപോലെ നമ്മുടെ PM നടത്തിയിട്ടുള്ള വേറെ കുറച്ച് വിസിറ്റുകളാണ്. ബ്രൂണൈ ആൻഡ് സിംഗപ്പൂർ സെപ്റ്റംബർ 3 to സെപ്റ്റംബർ 5 റഷ്യ ആൻഡ് ഓസ്ട്രിയ ജൂലൈ 8 തൊട്ട് ജൂലൈ 10 വരെയാണ്. UAE ആൻഡ് ഖത്തർ ഫെബ്രുവരി 13 മുതൽ 15 വരെയാണ് വിസിറ്റ് നടത്തിയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ആനന്ദ് ഏകർഷി ഈ സമീപകാലത്ത് വാർത്തയിൽ ഇടം നേടിയ വ്യക്തിയാണ്. എന്തുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ശ്രദ്ധേയനായത്? എ മികച്ച നോവലിനുള്ള സാഹിത്യ അക്കാദമി പുരസ്കാരം, ബി മികച്ച സംവിധായകനുള്ള സംസ്ഥാന പുരസ്കാരം, മികച്ച തിരക്കഥാകൃത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം, മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന പുരസ്കാരം. ഇതിലേതാണ്? ഓപ്ഷൻ സി ആണ്. മികച്ച തിരക്കഥാകൃത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് ആർക്ക് കിട്ടിയിരിക്കുന്നത്? ആനന്ദ് ഏകർഷിക്ക് കിട്ടിയിരിക്കുന്നത്. ഡീബഡ് ഫീച്ചർ ഫിലിം ആയിട്ടുള്ള ആട്ടം ആണ് ആനന്ദ് ഏകർഷി എന്താണ് ഡയറക്ട് ചെയ്ത സിനിമ. ഇതിനാണ് 3 ഹോണേഴ്സ് കിട്ടിയിട്ടുള്ളത്. അതായത് ബെസ്റ്റ് ഫിലിം, ബെസ്റ്റ് സ്ക്രീൻ പ്ലേ, ബെസ്റ്റ് എഡിറ്റിംഗ്. ഈ 3 അവാർഡ്സും നമ്മുടെ 70ാമത്തെ നാഷണൽ ഫിലിംസ് അവാർഡിൽ കിട്ടിയ ഫിലിമാണ് ആട്ടം. അത് ഡയറക്ട് ചെയ്തത് ആനന്ദ് ഏകർഷിയാണ്. അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് 2023 ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് കിട്ടിയിട്ടുള്ളത് ബ്ലസ്സിയാണ്. മൂവി ഏതാണ്? ആടുജീവിതം, ഗോഡ് ലൈഫ്. അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് 2023 മ്യൂസിക് കമ്പോസർ, അത് BGM ആണെങ്കിൽ മാത്യൂസ് പുളിക്കാൻ, കാതൽ ദ കോർ എന്നാണ് മൂവിയുടെ പേര്. മ്യൂസിക് കമ്പോസർ ആണെങ്കിൽ ജസ്റ്റിൻ വർഗീസ് ചാവേറിനാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിൽ ആദ്യമായി ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത AI പ്രോസസർ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കോർ, കൈരളി, ഫോർച്യൂൺ, ഡിജി. ഓപ്ഷൻ ബി ആണ് കൈരളി. നെക്സ്റ്റ്, യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരം. ഓപ്ഷൻസ് തൃശൂർ, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്. നമുക്കറിയാം ആദ്യമായിട്ട് ഇന്ത്യയിലെ ഒരു സിറ്റിക്ക് സിറ്റി ഓഫ് ലിറ്ററേച്ചർ എന്നുള്ള ഒരു ഡെസിഗ്നേഷൻ കിട്ടിയിട്ടുള്ളത് കോഴിക്കോടിനാണ്. ഓക്കെ, നെക്സ്റ്റ്. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ സ്കൂൾ ബസ്സുകളിലെ GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ഓപ്ഷൻ വിദ്യാകിരൺ ആപ്പ്, വിദ്യാ വിനോദിനി ആപ്പ്, വിദ്യാവാഹിനി ആപ്പ്, വിദ്യാലയ ആപ്പ്. അപ്പം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഏകദേശം ആൻസർ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പം എഡ്യൂക്കേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ ഒരു ട്രാൻസ്പോർട്ട് റിലേറ്റഡ് ആപ്പാണ്. അപ്പൊ നമുക്ക് ഓപ്ഷൻ സി എടുക്കാം. വിദ്യാവാഹിനി ആപ്പാണ്. അപ്പൊ നമുക്ക് ഈ കൊടുത്തിട്ടുള്ള ആപ്സിനെ കുറിച്ചിട്ടൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. വിദ്യ കിരണം സ്കീമാണ് എന്നുണ്ടെങ്കിൽ എക്കണോമിക്കലി ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് കേരള ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ലോഞ്ച് ചെയ്ത സ്കീമാണ് വിദ്യാ കിരണം സ്കീം. അടുത്തത് വിദ്യാവാഹിനി. വിദ്യാവാഹിനി എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ ആണ്. അത് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ആണ് ഡെവലപ്പ് ചെയ്തത്. എന്തിനു വേണ്ടിയിട്ടാണ്? സ്കൂൾ ബസ്സും ഈ GPS ടെക്നോളജി ഉപയോഗിച്ച് കണക്ട് ചെയ്തുകൊണ്ട് സ്കൂൾ ബസ്സിനെ ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. അടുത്ത് വിദ്യാലയ ആപ്പ്.
വിദ്യാലയ ആപ്പ് വേറെ ഒന്നുമല്ല, പാരന്റ്സും സ്റ്റുഡൻസും തമ്മിൽ അപ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങളെ മാനേജ് ചെയ്യാനും അവർക്ക് അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാനും വേണ്ടിയിട്ട് സ്കൂളുകളിൽ യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് വിദ്യാലയ ആപ്പ്. അടുത്തത്, ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിന്റെ തലവനായി നോബൽ സമ്മാനം ജേതാവ് ആരാണെന്നാണ് ചോദ്യം. ആരിഫ് മുഹമ്മദ് ഖാൻ, നവാസ് ഷെരീഫ്, ഇമ്രാൻ ഖാൻ, മുഹമ്മദ് യൂനൂസ്. സോ ഇവിടെ ഓപ്ഷൻ ഡി ആണ്, മുഹമ്മദ് യൂനൂസ് ആണ് ബംഗ്ലാദേശിന്റെ ഇന്ററിം ഗവൺമെന്റ് ലീഡർ ആയിരുന്ന് നോബൽ പ്രൈസ് നേടിയ വ്യക്തി. നോബൽ പീസ് പ്രൈസ് 2006 മുഹമ്മദ് യൂനൂസിന് കിട്ടുന്നത്. അടുത്തത്, ഖാദർ കമ്മിറ്റി എന്തിനെ കുറിച്ച് പഠിച്ചാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്? ഓപ്ഷൻസ്: മെഡിക്കൽ വിദ്യാഭ്യാസം, സ്കൂൾ വിദ്യാഭ്യാസം, വിദൂര വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യാഭ്യാസം. ഇവിടെ ഓപ്ഷൻ ബി ആണ്, സ്കൂൾ വിദ്യാഭ്യാസം. അപ്പം ഖാദർ കമ്മിറ്റി എന്താണ് റെക്കമെൻഡ് ചെയ്തത്? അതായത് സ്കൂളില് പൊളിറ്റിക്സ് കൊണ്ടുവരണം, സ്റ്റുഡൻസിന്റെ ഇടയിൽ പൊളിറ്റിക്സ് കൊണ്ടുവരണം എന്നും അതിന്റെ ഇമ്പോർട്ടൻസ് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചതാണ് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട്. അടുത്തത്, 2024 ലോകാരോഗ്യ ദിനം പ്രമേയം എന്തായിരുന്നു എന്നുള്ളതാണ്. ഒരു നല്ല ലോകത്തിനായി ഒരുമിച്ച്, എല്ലാവർക്കും ആരോഗ്യം, നമ്മുടെ ഗ്രഹം നമ്മുടെ ആരോഗ്യം, എന്റെ ആരോഗ്യം എന്റെ അവകാശം. സോ നമുക്കറിയാം വേൾഡ് ഹെൽത്ത് ഡേ ഏപ്രിൽ 7 വേൾഡ് ഹെൽത്ത് ഡേയുടെ 2025 തീം എന്താണ്? ഗ്ലോബൽ ആക്ഷൻ ഫോർ യൂണിവേഴ്സൽ ആക്ഷൻ. ഗ്ലോബൽ ആക്ഷൻ ഫോർ യൂണിവേഴ്സൽ ഹെൽത്ത് ആണ് 2025 വേൾഡ് ഹെൽത്ത് ഡേ തീം. 2024 വേൾഡ് ഹെൽത്ത് ഡേ തീം മൈ ഹെൽത്ത് മൈ റൈറ്റ് ആണ്. 2023 ഹെൽത്ത് ഫോർ ഓൾ. സോ 2025 ഗ്ലോബൽ ആക്ഷൻ ഫോർ യൂണിവേഴ്സൽ ഹെൽത്ത്, 24 മൈ ഹെൽത്ത് മൈ റൈറ്റ്, 2023 ഹെൽത്ത് ഫോർ ഓൾ. സോ നമുക്കറിയാം ഇവിടുത്തെ ഓപ്ഷൻ ഏതാണ്? ഡി ആണ്, എന്റെ ആരോഗ്യം എന്റെ അവകാശമാണ് 2024 ലോക ആരോഗ്യ ദിന പ്രമേയം. അടുത്തത്, കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഇസ് മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതാരാണ്? ശ്രീ ജഗത് പ്രകാശ് നാഥ് ആണ്. മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ശ്രീ ജഗത് പ്രകാശ് നാഥ് ആണ്. മിനിസ്റ്റർ ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്, അതുപോലെ തന്നെ മിനിസ്റ്റർ ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സും ഒരാളാണ്. ആരാണത്? ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. അതുപോലെ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആരാണ്? ഭൂപേന്ദർ യാദവ് ആണ്. ഭൂപേന്ദർ യാദവ്. മിനിസ്റ്റർ ഓഫ് ടൂറിസം ആരാണ്? ഗജേന്ദ്ര സിംഗ് ഷേഖ്വാത്ത്. അടുത്തത്, വംശനാശ ഭീഷണി നേരിടുന്ന അങ്ങാടി കുരുവികൾക്കായി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കുരുവിക്കൊരു കൂട്, നാട്ടുമാവും തണലും, എന്റെ മരം എന്റെ അങ്ങാടി കുരുവിക്ക്. ഓപ്ഷൻ എ ആണ്, കുരുവിക്കൊരു കൂടാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അങ്ങാടി കുരുവികളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു സ്കീം. അടുത്തത്, 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം നേടിയത് ആരാണ്? ഇവിടെ ഓപ്ഷൻ എ ആണ്, കാറ്റ്ലിൻ കാരിക്കോ ഡ്യൂ വെയ്സ്മാൻ ആണ്. കാറ്റ്ലിൻ കാരിക്കോ ഡ്യൂ വെയ്സ്മാൻ ആണ് വൈദ്യശാസ്ത്രത്തിന് നോബൽ സമ്മാനം 2023 നേടിയിട്ടുള്ളത്. അടുത്തത്, നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറലായി ചുമതലയേൽക്കാൻ പോകുന്നത് ആരാണ്? മാർക്ക് റൂട്ടോ, ഗോളം സർവാർ, ആന്റോണിയോ ഗുട്ടസ്, ജാബ് ഡി ഷേഫർ ആണ്. അപ്പൊ ഇതില് ഓപ്ഷൻ എ ആണ്, മാർക്ക് റൂട്ടർ ആണ് നാറ്റോയുടെ പുതിയ സെക്രട്ടറി ആവാൻ പോകുന്നത്. ഇതിനു മുൻപ് നാറ്റോയുടെ സെക്രട്ടറി ആയിരുന്നത് ജെൻസ് സ്റ്റോൾട്ടൻബർഗ് ആണ്. 10 വർഷത്തിന് ശേഷമാണ് അടുത്ത ഒരു ജനറൽ സെക്രട്ടറി വരുന്നത്. സോ ഈ അതായത് എക്സ് ജനറൽ സെക്രട്ടറി ആയിരുന്ന ജെൻസ് സ്റ്റോളൻബർഗ് ആണ് നമ്മുടെ ന്യൂ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള മാർക്ക് റൂട്ടറിനെ വെൽക്കം ചെയ്യുന്നത്. നാറ്റോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ബ്രൂസെൽസ് ആണ്. അടുത്തത് ആന്റോണിയോ ഗുട്രസ് ആണ്. ആന്റോണിയോ ഗുട്രസ് യുണൈറ്റഡ് നേഷൻസിന്റെ 9ാമത്തെ സെക്രട്ടറി ജനറൽ ആണ്. ആന്റോണിയോ ഗുട്രസ് 9th സെക്രട്ടറി ജനറൽ ഓഫ് യുണൈറ്റഡ് നേഷൻസ് ആണ്. അടുത്തത്, അംബാസഡർ ഗോളം സർവാർ എന്ന് പറയുന്നത് സാർക്കിന്റെ 15ാമത്തെ സെക്രട്ടറി ജനറൽ ആണ്. സാർക്ക് എന്ന് പറഞ്ഞ എന്താണ്? സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ.
അതിന്റെ 15ാമത്തെ സെക്രട്ടറി ജനറൽ ആണ് ഗോളം സർവാർ. അതുപോലെ തന്നെ തേർഡ് സെക്രട്ടറി ജനറൽ ഫ്രം ദ ഗവൺമെന്റ് ഓഫ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശിൽ നിന്നും ഉള്ള 3ാമത്തെ സെക്രട്ടറി ജനറൽ കൂടെയാണ് ഗോളം സർവാർ. ഓക്കെ, അടുത്തത് കേന്ദ്ര സർക്കാർ 2023-24 ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയ തീരപ്രദേശങ്ങളിലെ കണ്ടൽക്കാട് സംരക്ഷണ പദ്ധതിയുടെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ മിഷ്ടി, ബി മിസ്റ്റി, സി മിട്ടി, ഡി മാർഷി. അപ്പൊ ഇതിലെ ഓപ്ഷൻ എ മിഷ്ടിയാണ്. മിഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? മാംഗ്രൂവ് ഇനീഷ്യേറ്റീവ് ഫോർ ഷോർ ലൈൻ ഹാബിറ്റാറ്റ്സ് ആൻഡ് ടാഞ്ചിബിൾ ഇൻകം, മിഷ്ടി. അപ്പൊ ഈ പദ്ധതിയുടെ പേര് മിഷ്ടിയാണ്. ഇതെന്താണ്? ഒരു ഗവൺമെന്റ് ലെഡ് ഇനീഷ്യേറ്റീവ് ആണ്. അതായത് കോസ്റ്റ് ലൈൻസിലും സാൻഡ് പാൻ ലാൻഡ്സിലും മാംഗ്രൂവ് കവർ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് കൊണ്ടുവന്ന സ്കീമാണ് മിഷ്ടി. ഈ സ്കീമിന്റെ ഫണ്ടിങ് എങ്ങനെയാണ്? 80% ഇത് സെൻട്രൽ ഗവൺമെന്റ് ആണ് കൊടുക്കുന്നത്. ബാക്കി റിമൈനിങ് 20% മാത്രം എന്താണ്? റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് എടുത്താൽ മതി. ഇത് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിന്റെ കീഴിലുള്ള ഒരു പദ്ധതിയാണ്. ഓക്കെ, അടുത്തത് 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏവ? ഫസ്റ്റ് വൺ, കേരളത്തിലെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് 2024 ഏപ്രിൽ 26-നായിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ നടന്നത് 2024 ജൂൺ 4-നാണ്. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി വിജയിച്ചത് വയനാട്ടിൽ നിന്നും രാഹുൽ ഗാന്ധിയാണ്. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും ഏറ്റവും കുറവ് ഭൂരിപക്ഷം നേടി വിജയിച്ചത് ആറ്റിങ്ങലിൽ നിന്നും അടൂർ പ്രകാശനാണ്. സോ ഈ കൊടുത്തിരിക്കുന്ന 4 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ്. അപ്പൊ നമുക്ക് അതൊന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നമ്മൾ പറഞ്ഞു ലോക്സഭാ ഇലക്ഷൻ നടന്നത് ഏപ്രിൽ 19 തൊട്ട് ജൂൺ 1 വരെയാണ്. ടോട്ടൽ 543 സീറ്റ്സിലോട്ടാണ് ഇലക്ഷൻ നടന്നത്. അതിലെ കേരളയുടെ ഇലക്ഷൻ നടന്നത് 2ാമത്തെ ഘട്ടത്തിലാണ്. റിസൾട്ട് ഡിക്ലെയർ ചെയ്തത് ജൂൺ 4-നും ഓത്ത് ഓഫ് ഓഫീസ് എടുത്തത് എപ്പോഴാണ്? ജൂൺ 9-നുമാണ്. നമ്മൾ പറഞ്ഞു രാഹുൽ ഗാന്ധി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് ജയിച്ച രാഹുൽ ഗാന്ധിയാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയിട്ടുള്ളത്. അത് എത്രയാണ്? 3,64,422 അഡീഷണൽ വോട്ട്സ് നേടിയിട്ടാണ് രാഹുൽ ഗാന്ധി ജയിക്കുന്നത്. ടോട്ടൽ വോട്ട് എത്രയാണ്? 6,47,445 വോട്ടാണ് രാഹുൽ ഗാന്ധിക്ക് കിട്ടിയിട്ടുള്ളത്. അടുത്തത്, അഡ്വക്കേറ്റ് അടൂർ പ്രകാശ് ഓഫ് ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വോൺ എ ടോട്ടൽ ഓഫ് 3,28,051 വോട്ട്സ്. അതില് എത്രയാണ് ഭൂരിപക്ഷം? 684 വോട്ട്സ് ഭൂരിപക്ഷത്തിലാണ്. ഏറ്റവും കുറവ് ഭൂരിപക്ഷം കിട്ടിയത് അടൂർ പ്രകാശ് ആണ്. അദ്ദേഹത്തിനാണ് ഏറ്റവും കുറവ് ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ടുള്ളത് കേരളത്തില്. അടുത്തത്, കേരളത്തിൽ തെരുവ് നായുടെ ആക്രമണത്തിന് ഇരയാകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാൻ സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രൂപം നൽകിയ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ഓപ്ഷൻ ജസ്റ്റിസ് ശ്രീ ജഗനാണ്. ജസ്റ്റിസ് സിറി ജഗനാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം ഒരു കമ്മിറ്റി രൂപീകരിച്ചത്. അത് 2018-ലാണ് ആ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത്. എന്താണ്? സ്റ്റേറ്റ് കോമ്പൻസേഷൻ കൊടുക്കണം എന്നുള്ളതായിരുന്നു ആ ഒരു റെക്കമെൻഡേഷൻ. അടുത്തത്, 2024 തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം കണ്ടെത്തുക. എ തണ്ണീർത്തടവും വെള്ളവും, തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും, തണ്ണീർത്തടവും കാലാവസ്ഥാ വ്യതിയാനവും, തണ്ണീർത്തടവും ജൈവ വൈവിധ്യവും. അപ്പൊ നമുക്കറിയാം വേൾഡ്സ് വെറ്റ്ലാൻഡ് ഡേ ഫെബ്രുവരി 2-നാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതിന്റെ തീംസ് ആണ് 2025 പ്രൊട്ടക്ടിങ് വെറ്റ്ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ, വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് 2024 തീമാണ്. 2023 ഇറ്റ്സ് ടൈം ഫോർ വെറ്റ്ലാൻഡ് റെസ്റ്റോറേഷൻ. 2022 തീം എന്ന് പറയുന്നത് വെറ്റ്ലാൻഡ്സ് ആക്ഷൻ ഫോർ പീപ്പിൾ ആൻഡ് നേച്ചർ. സോ നമുക്ക് ഒന്നുകൂടെ നോക്കാം. 2025 തീം എന്താണ്? പ്രൊട്ടക്ടിങ് വെറ്റ്ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ. 2024 വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് 2024 തീമാണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്തത് 2023 ഇറ്റ്സ് ടൈം ഫോർ വെറ്റ്ലാൻഡ് റെസ്റ്റോറേഷൻ. 2022 വെറ്റ്ലാൻഡ്സ് ആക്ഷൻ ഫോർ പീപ്പിൾ ആൻഡ് നേച്ചർ. അടുത്ത ക്വസ്റ്റ്യൻ, ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന സിനിമയുടെ സംവിധായകൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
നമുക്കറിയാം ഓൾ വി ഇമാജിൻ അസ് ലൈറ്റ് അത് സംവിധാനം ചെയ്തത് പായൽ കപാഡിയാണ്. ഈ സിനിമയ്ക്കാണ് ഗ്രാൻഡ് പ്രീ അവാർഡ് നമ്മുടെ കാനസ് ഫിലിം ഫെസ്റ്റിവലിൽ കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ഓപ്ഷൻ ഡി ആണ് പായൽ കപാഡിയ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ. ആൻഡ്രോയിഡ് ഉപയോക്താക്കൾക്ക് അടുത്തിടെ ഇന്ത്യൻ ഗവൺമെന്റ് മുന്നറിയിപ്പ് നൽകിയ ഡാം എന്നത് എന്താണെന്നാണ് ചോദ്യം. മാൾവെയർ ആണോ, സൂപ്പർ കമ്പ്യൂട്ടർ ആണോ, ആന്റിവൈറസ് ആണോ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൽ നമുക്കറിയാം ഡാം എന്ന് പറയുന്നത് ഒരു മാൾവെയർ ആണ്. ദ നാഷണൽ സൈബർ സെക്യൂരിറ്റി ഏജൻസി സെഡ് ദി ആൻഡ്രോയിഡ് മാൾവെയർ കോൾഡ് ഡാം has been found infecting mobile phones to hack into sensitive data like call records, contacts history and camera. So നമ്മുടെ മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്തിട്ട് കോൾ റെക്കോർഡ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഡേറ്റാസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു മാൾവെയറിന്റെ ഡിഫക്ട്സ്. അടുത്തത്, ഏത് കമ്പനിയാണ് വാറ്റ്സോണക്സ് AI ആരംഭിച്ചത്? ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, IBM, ആമസോൺ. സോ ഇത് ഓപ്ഷൻ സി ആണ്. IBM-ഉം നാസയും കൂടെ ചേർന്നിട്ടാണ് ഈ വാറ്റ്സോണക്സ് AI വികസിപ്പിച്ചത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് സ്പേസിൽ നിന്ന് നമ്മുടെ എർത്തിനെ മോണിറ്റർ ചെയ്യാനും എൻവിറോൺമെന്റൽ ചേഞ്ചസ് എന്തൊക്കെ എൻവിറോൺമെന്റൽ ചേഞ്ചസ് ആണ് സംഭവിച്ചത് അതിനെക്കുറിച്ച് പഠിക്കാനും അത് മെഷർ ചെയ്യാനും അതുപോലെ തന്നെ ഈ ഭാവിയിലോട്ട് പ്രഡിക്ഷൻസ് മേക്ക് ചെയ്യാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വാറ്റ്സോണക്സ് AI എന്ന് പറയുന്നത് IBM-ഉം നാസയും കൂടെ ചേർന്ന് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. അടുത്തത്, 2024 ബാലവേലക്കെതിരെ ഒരു ക്യാമ്പയിൻ ആരംഭിക്കുന്നതിന് ഏത് അന്താരാഷ്ട്ര സംഘടനയാണ് ഇന്ത്യയുമായി സഹകരിച്ചത്? യുണിസെഫ്, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, കുട്ടികളെ രക്ഷിക്കുക, യുനെസ്കോ. സോ ഇതിലെ ആൻസർ ബി ആണ്, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. സോ ILO ആണ് ഇന്ത്യനെ ചൈൽഡ് ലേബർ ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഓൾ. നമ്മൾ അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഐ ഹോപ്പ് ഇറ്റ് വാസ് യൂസ്ഫുൾ ഫോർ യു. സോ ദാറ്റ്സ് ഓൾ. All the best for all of you and thank you.